Hello and welcome back to another beautiful episode of Adhi's World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റുമായിട്ടാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു, ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തമ്പനയിലുള്ളതുപോലെ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റാണ്. ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. ഇത് ഞാൻ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അതായത് നമ്മുടെ അസ്വി മലയാളം ചാനൽ എല്ലാവർക്കും അറിയായിരിക്കും. അതിൽ റീസെൻ്റായിട്ട് ഈ ബാഗിൻ്റെ ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അത് കാട്ടിലിട്ടിട്ട് അവസാനം ഞാൻ വാങ്ങിച്ചു. അതിൽ പറഞ്ഞ സമയത്ത് ഏകദേശം ഒരു 176 റുപ്പീസ് ആയിരുന്നു. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 196 റുപ്പീസ്, ഒരു 20 റുപ്പീസ് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 196 റുപ്പീസിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. എനിക്ക് ഇതാണ് ഇതിൻ്റെ വള്ളിയൊക്കെ വന്നിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ബാഗാണ് കേട്ടോ. ആക്ച്വലി ഞാനിത് വാങ്ങിച്ച സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഒരു ഫിലിമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ പുറത്ത് വന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണും ചെറിയ നമ്മൾ കയ്യിൽ വെക്കുന്ന ചില സാധനങ്ങളൊക്കെ ഇതിൽ നല്ല രീതിയിൽ കൊള്ളും. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്കിത് ക്രോസ് ആയിട്ട് ഇടാനൊക്കെയാണ് കൂടുതലും ഇത് നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി ബാഗാണ്. ഇത് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനങ്ങളൊക്കെ കൊള്ളുവേ. അപ്പോൾ ഞാൻ ആദ്യം പുറത്തൊക്കെ പോകാൻ നേരം ഇടുമായിരുന്നു. ഇപ്പോൾ ഞാനിത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ടി വി എം ടു ഹോം അങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു കുറച്ച് എന്താ പറയുക സ്കിൻ കെയർ പ്രൊഡക്ട്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഞാൻ വെക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബാഗിലുള്ളത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നമുക്കൊരു സിപ്പുണ്ട്. ഇതിൽ എൻ്റെ കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കൊള്ളും കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ റീഇക്വലിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഒരു വാസലിൻ്റെ ബോഡി ലോഷനുണ്ട്. ഒരു കുട്ടിക്കൂറയുടെ ഒരു ചെറിയ പൗഡർ ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഈ തലയിലൊക്കെ എണ്ണ തേച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് ഫേസിലേക്ക് ഓയിൽ ഇറങ്ങും. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഞാനിത് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കും. പിന്നെ ഉള്ളത് നമ്മുടെ സൺസ്ക്രീനാണ്, ഡെർമാക്കോടെ. ഇതിൻ്റെ എല്ലാം പ്രൊഡക്റ്റുകളുടെയൊക്കെ വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെർമാക്കോടെ ഒരു സൺസ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ഡെർമാക്കോടെ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് സെറം വെച്ചിട്ടുണ്ട്. കാരണം ഫേസിൽ കുറച്ച് നന്നായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു ആക്നെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറമാണ്. അപ്പോൾ സെറത്തിൻ്റെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണണം. എൻ്റെ വീഡിയോസിന് ഞാൻ തന്നെ പ്രൊമോഷൻ ചെയ്യേണ്ടതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. സോ ഒരു സെറം ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ ലാക്മേയുടെ ന്യൂ ഡ്രീം. ഇത് ഭയങ്കര എന്താ പറയുക നല്ല രസമാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു നല്ല ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത്. ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ നമ്മുടെ നിവ്യയുടെ ലിപ് ബാമും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറും ഡാസ്ലറിന് തന്നെ ഒരു നെയിൽ പോളിഷും ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് എടുത്ത് വയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ നിങ്ങൾക്കിപ്പോൾ ഈ ബാഗ് കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഇതിൽ നമുക്ക് വയ്ക്കാം കേട്ടോ. നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഫോണും ഒരു ചെറിയ കുടയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വെച്ചിട്ട് ബാഗിൽ വെച്ചുകൊണ്ട് പോകാൻ നല്ല അടിപൊളി ബാഗാണ്. ഇതിൻ്റെ വള്ളിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. സംഭവം ഒരു 196 റുപ്പീസ് ആണെങ്കിലും ഒരു 500 അബോ പറയത്തക്ക രീതിയിലുള്ള ക്വാളിറ്റീസ് ഇതിനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഈ ബാഗ് ഒന്ന് വാങ്ങിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.